നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 301 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീമതി ലക്ഷ്മിയെക്കുറിച്ചിട്ടാണ്. ദേശീയ അവാർഡും സ്റ്റേറ്റ് അവാർഡും 3 ഭാഷകളിൽ ഫിലിംഫെയർ അവാർഡും അങ്ങനെ നിരവധി അവാർഡുകൾ നേടിയ നടി ശ്രീമതി ലക്ഷ്മി. ചട്ടക്കാരിയിലെ ആ ഒറ്റ കഥാപാത്രം മതി മലയാളികളെയും ലോകത്തുള്ള എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ഈ അഭിനേത്രിയുടെ അഭിനയ മികവ്. ചട്ടക്കാരി ജൂലിയായി മാറിയപ്പോഴും നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച അവരെ ഞാൻ കണ്ടുമുട്ടുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. ഒരു തമിഴ് ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനായി തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് അവരെ കാണുന്നത്. അവിടെ തൊഴാൻ ചെന്ന ഒരു സന്ധ്യയിൽ ജനബാഹുല്യം, ജനക്കൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വലിയ വലിയ ഹാലോജൻ ലൈറ്റുകളെല്ലാം ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു. നിറയെ ജനങ്ങൾ. തൊഴാൻ ചെന്ന ഞാനും അമ്പലത്തിൽ കയറാൻ കഴിയാതെ കുറച്ച് മാറി നിന്നു. ഷൂട്ടിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളുമൊക്കെ ഒരു വശത്ത് നടക്കുന്നു. ഡയറക്ടറും കുറേ പേരൊന്നും അറിയില്ല. അങ്ങനെ ദൂരേക്ക് മാറി നിന്നപ്പോൾ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ആ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു. എന്താ അമ്പലത്തിൽ തൊഴാമെന്നാണോ? ഞാൻ പറഞ്ഞത് ഞാൻ ഈ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുകയാണ്. ലക്ഷ്മി അമ്പലത്തിൽ തൊഴുത് മടങ്ങുന്നൊരു സീനും, ലക്ഷ്മി ചുറ്റുവിളക്കുകൾ കംപ്ലീറ്റ് കത്തിച്ചിട്ടുണ്ട്. ലക്ഷ്മി കറങ്ങി അമ്പലത്തിന് വലം വെച്ച് വരുന്ന ഒരു സീനും എടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തിരക്കാണ്. ഇപ്പോൾ ദീപാരാധന നടക്കുകയിൽ ചേട്ടനെ ലക്ഷ്മിയുമായിട്ട് സംസാരിക്കണോ എങ്കിൽ ഞാൻ പറയാം. അന്ന് ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എങ്കിലും ഞാൻ പുള്ളിയോട് പറഞ്ഞു, കാണാൻ സൗകര്യം കിട്ടിയാൽ കാണാം, സംസാരിക്കാം. അല്ല, ഇപ്പം ലൈറ്റ്സും ട്രാക്കും ഒക്കെ അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ അമ്പലത്തിനുള്ളിൽ. അമ്പലത്തിൻ്റെ ചുറ്റുമതിൽക്കെട്ടിനുള്ളിൽ ആണ് ഷൂട്ടിങ്. അപ്പം അതിൻ്റെ ഡയറക്ടർ ആരാണ്, ഡയറക്ടർ എവിടെ നിൽക്കുന്നു എന്നൊന്നും അറിയില്ല. നിറയെ ജനം. അങ്ങനെ ഇദ്ദേഹം ചെന്ന് പറഞ്ഞു, വലിയ എഴുത്തുകാരനും സാഹിത്യകാരനും ഒക്കെയാണ്, ഭാവിയിൽ സിനിമയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി നടക്കുന്നത്. മാഡവുമായിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതെന്താ, സംസാരിക്കാമല്ലോ. പറയുന്ന മലയാളത്തിൽ അക്ഷരപ്പിശകൊക്കെ ഉണ്ട് എങ്കിലും അവരും എൻ്റെ സുഹൃത്തുമായി അമ്പലത്തിൻ്റെ കുളത്തോട് ചേർന്നുള്ള ആ ഭാഗത്തെ ഇരിപ്പിടത്തിൽ വന്നു. തൊഴുകയോടെ ചിരിച്ച മുഖത്തോടെ കണ്ട ആ രൂപം ആണ് ഇപ്പോൾ നിങ്ങളോട് പറയുമ്പോഴും. നമസ്കാരം സാർ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചിരിച്ചു. പ്രൊഡക്ഷൻ മാനേജറെ ഒന്ന് നോക്കി. അപ്പം ഞാൻ എഴുത്തുകാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ ഒന്ന് വല്ലാത്ത രീതിയിൽ നോക്കിയിട്ട്, ലക്ഷ്മി അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ഇതിൽ എന്ത് വേഷമാണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ തൊഴുത് മടങ്ങുന്നൊരു സീനും പിന്നെ അമ്പലത്തിലെ പ്രദക്ഷിണം വയ്ക്കുന്നൊരു സീനുമാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു, കൊള്ളാം, എന്തായാലും നടക്കട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്പലത്തിൽ വെച്ച് ഒരു ചിത്രത്തിൻ്റെ ചിത്രീകരണം നടക്കുന്നത് കാണാനും കണ്ടാസ്വദിക്കാനും ചിത്രം വരുമ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലാണല്ലോ ഇത് ഷൂട്ട് ചെയ്തത് എന്നൊക്കെ പറയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു.
ലൈറ്റ്സിൻ്റെ വലിയ വലിയ ലൈറ്റ്സിൻ്റെ ചൂടും വിയർത്തൊലിക്കുമ്പോൾ അവർ എന്നോട് സംസാരിക്കുമ്പോഴും കുറേ പേർ, ഒരു 6-7 പേർ ചുറ്റും നിൽപ്പുണ്ട്. നമ്മുടേതായിട്ടുള്ളൊരു മാന്യതയുണ്ടല്ലോ, ഇടിച്ച് കയറി കാണുക അങ്ങനെയൊന്നും ഇല്ലാണ്ട് വളരെ അച്ചടക്കത്തോടെ മര്യാദയോടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാണ്ട് അവർ നിന്നു. ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ ചിത്രങ്ങളൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിക്നിക്കിലെ ഒരു രംഗം നെയ്യാർ ഡാമിൽ വെച്ച് ചിത്രീകരിക്കുമ്പോൾ ശശികുമാർ സാർ സംവിധാനം ചെയ്ത ആ ചിത്രത്തിൻ്റെ ചിത്രീകരണ വേളയിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതെയോ എന്ന് വളരെ സന്തോഷത്തോടെ അവർ ചോദിച്ചപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. അന്ന് എന്താണ് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കസ്തൂരി മണക്കുന്നല്ലോ, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ എന്ന ഗാനത്തിൻ്റെ ചിത്രീകരണം നടക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഒന്നും കാണാൻ പോയതല്ല, വളരെ ചെറുപ്രായത്തിൽ നെയ്യാർ ഡാം കാണാൻ പോയപ്പോൾ അവിടെ ഒരു ജനക്കൂട്ടം, ഒരാൾ ഒരു കുട്ടയിൽ നിറയെ പൂക്കളുമായി ഒരു മരത്തിൻ്റെ മുകളിലിരിക്കുന്നു. ശ്രീ പ്രേംനസീറും ലക്ഷ്മിയുമായിട്ടുള്ള ഒരു പാട്ട് സീൻ കഴിഞ്ഞ് അവിടെ ഒരു ചെറിയ പുല്ല് പതിപ്പിച്ചിട്ടുള്ളൊരു ഭാഗത്ത് ഇവർ രണ്ടുപേരും കിടക്കുന്നു. മുകളിൽ നിന്നും പൂക്കൾ ഇങ്ങനെ തൊഴിഞ്ഞു വീഴുന്നു. അങ്ങനെ കുട്ടക്കണക്കിന് പൂക്കൾ കൊണ്ട് ഇവരെ മൂടുമ്പോൾ കുറേയധികം ഒരു 100-100 പേര് വരും. ആ സമയത്ത് നസീർ സാർ അതിൽ അടിയിൽ കിടന്ന് ശ്വാസം മുട്ടിയിട്ട് പറയുന്നു, ഉറുമ്പ് കടിക്കുന്നു സേ എന്ന് പറയുന്നു. ആ ടേക്ക് ടോപ്പ് വെച്ചൊക്കെ എടുത്ത് പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് പൂക്കൾ മാറ്റി രണ്ടുപേരും ചാടി കഴിച്ചു വരുന്ന ആ ഒരു രംഗമാണ് എൻ്റെ മനസ്സിനുള്ളിൽ എന്ന് ഞാൻ ശ്രീമതി ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ അതെ എന്ന് ചിരിച്ചു. അത് എത്രയോ കാലം കഴിഞ്ഞിരിക്കുന്നു, ഇന്നും നിങ്ങളത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓർമ്മകൾ ഒരിക്കലും നമ്മെ വിട്ടു പോകില്ലല്ലോ. അനുഭവങ്ങളുടെ സാക്ഷ്യം, മനസ്സിൻ്റെ ഓർമ്മപ്പെടുത്തൽ, മനസ്സിൻ്റെ സൂചന, ഇതൊക്കെ ഒരു വലിയ കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ ഒന്ന് ചിരിച്ചു. അപ്പോൾ അവിടെ മുഖത്ത് വിയർപ്പ് കുടങ്ങൾ കൊണ്ട് വിയർത്തൊലിക്കുകയാണ്. മേക്കപ്പിൻ്റെ പുറമെ ഈ ചൂടും, സഹിക്കവയ്യാത്ത ചൂടും. ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവർ അകത്തോട്ട് പോയി മേക്കപ്പ് അസിസ്റ്റൻറ്റിനെ വിളിച്ച് തുണിമാങ്ങിയ മുഖമെല്ലാം ഒന്നൊപ്പി കണ്ണാടിയിൽ നോക്കി വീണ്ടും അടുത്തു വന്നു. എൻ്റെ മറ്റ് ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? വളരെ സൗമ്യമായ സംഭാഷണം. മലയാളത്തിൽ അഭിനയിക്കുമ്പോഴാണോ ബുദ്ധിമുട്ട്, തമിഴിലും തെലുങ്കിലുമൊക്കെ അഭിനയിക്കുമ്പോഴാണോ ബുദ്ധിമുട്ട്? അപ്പോൾ ആ വളരെ ഹൃദ്യമായ ഒരു പറഞ്ഞത്, ഇവിടെ നാച്ചുറാലിറ്റി കൂടുതലാണ്, പിന്നെ അധികം മേക്കപ്പ് ഒന്നും വേണ്ട, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോവുക, അമിതമായിട്ടുള്ള അഭിനയം ഒന്നും വേണ്ട. അതാണ് മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത. തമിഴിൽ അങ്ങനെയല്ല, കുറേ കൂടെ ജനങ്ങളെ കൺവിൻസ് ചെയ്യണം. അത് കുറച്ച് പാടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചിരിച്ചു. ചട്ടക്കാരിയിലെ അഭിനയം ഓർമ്മയുണ്ടോ? അതെങ്ങനെ മറക്കാനാവും? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മലയാള ചിത്രങ്ങളിലൊന്നാണ് ചട്ടക്കാരി. അത് പിന്നെ ജൂലിയായി മാറിയപ്പോഴും ഒക്കെ ആ കഥാപാത്രം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. എന്തായാലും നിങ്ങളെ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് അവർ നിന്നപ്പോഴേക്കും എൻ്റെ സുഹൃത്തുവെന്ന് പറഞ്ഞു, ചേട്ടാ സെറ്റ് റെഡി ആയിട്ടുണ്ട്, ലക്ഷ്മിയമ്മ അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ എന്നെ ഡയറക്ടർ ചീത്ത പറയും. ഉടനെ തന്നെ അവർക്ക് മനസ്സിലായി. അവർ എൻ്റെ മുഖത്തൊക്കെ ഒന്ന് ചിരിച്ചു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ടേക്കിന് സമയമായി സർ, വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ട് നടന്ന് പോയി. എന്തോ ഭാഗ്യവശാൽ ആ ടേക്ക് എടുക്കുന്നത് കാണാൻ ട്രാക്ക് ആൻഡ് ട്രോളി ഷോട്ടായിരുന്നു. ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതിൻ്റെ അവിടെ ട്രാക്കിട്ട്
അതിലൂടെ ക്യാമറ സ്പീഡിൽ ഒട്ടിച്ചു പോകുമ്പോൾ ഇവർ തൊഴുത് പതുക്കെ നടന്നു പോകുന്നൊരു സീനാണ് എടുത്തിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയില്ല, സെക്കൻഡ് ടേക്ക് ഓക്കെ ആയി. അവിടെ നിന്ന് തൊഴുത് വശത്തൂടെ നടന്നവർ ദൂരേക്ക് നടന്നു പോകുന്ന ടേക്ക് എടുത്തു കഴിഞ്ഞ് കട്ട് ചെയ്തതും ഹാലോജൻ ലൈറ്റിൻ്റെ വെള്ളി പ്രകാശം, വെള്ളി വെളിച്ചം നിന്നു. അവർ വീണ്ടും മടങ്ങി നടന്നു വരുന്ന ഒരു ടേക്കും കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ദൂരെ മാറി നിന്നു. അവർ നടന്നു വരുന്ന ആ സീൻ കണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും മണി രാത്രി 8:45 അവിടുന്ന് വീട്ടിലും എത്തണം. പക്ഷേ അവരുടെ ആ വശ്യമായ പെരുമാറ്റം ഒരു നടി എന്നതിനേക്കാൾ ഉപരി അവരുടെ ഹൃദ്യമായ ആ പെരുമാറ്റം എന്നെ ഹഠാത് ആകർഷിച്ചു. ഏറ്റവും മികച്ച ചിത്രങ്ങൾ എന്ന് എനിക്ക് തോന്നിയത് അവരഭിനയിച്ചതിൽ ഗാനവും മോഹിനിയാട്ടവും ഒക്കെയാണ്. 1952 ഡിസംബർ 13 മദ്രാസിലാണ് ജനനം. 1961 ശ്രീവള്ളി എന്ന ചിത്രത്തിലൂടെ 9-ാം വയസ്സിൽ തുടക്കം. 1968 ജീവനാംശം എന്ന തമിഴ് ചിത്രത്തിലൂടെ നായികാപരിവേഷം. ചട്ടക്കാരി, പിക്നിക്ക്, പ്രയാണം തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയം തുടർന്നു. ചട്ടക്കാരിയുടെ ഹിന്ദി റീമേക്കിലും ഇവർ അഭിനയിച്ചു. 1977 ചില നേരങ്ങളിൽ ചില മനിതറുകൾ എന്ന ഭീം സിംഗ് ഡയറക്റ്റ് ചെയ്ത ആ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടി. നിരവധി സ്റ്റേറ്റ് അവാർഡുകളും നിരവധി ഫിലിംഫെയർ അവാർഡുകളും ഒക്കെ നേടിയ ഒരു നടി എന്നതിനേക്കാൾ ഉപരി ജീവിതാനുഭവങ്ങൾ, ജീവിതത്തിലെ നൈരന്ത്രികമായ ഭാവങ്ങൾ, ഏറ്റെടുക്കുന്ന റോളുകൾ വളരെ ഹൃദ്യതയോടും വളരെ ചടുലതയോടും അഭിനയിച്ച് വലിപ്പിക്കുന്ന ഒരു സ്ത്രീരത്നം. ഭരതം എന്ന ചിത്രത്തിലെ അവരുടെ ആ റോൾ തന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷം അഭിനയിച്ച ആ ചിത്രത്തിലെ റോൾ തന്നെ എത്ര സുന്ദരമായിട്ടാണ് ആ കഥാപാത്രത്തെ അവർ ഉൾക്കൊണ്ടത്. അങ്ങനെ നിരവധി വേഷങ്ങളിലൂടെ കടന്നുപോയ ഒരു വലിയ അഭിനേത്രി ഇന്നും അഭിനയിക്കുന്നുണ്ടെങ്കിലും പഴയ പോലെയുള്ള ആ തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മലയാള സിനിമയുടെ ചരിത്രം നോക്കിയാലും ഇന്ത്യൻ സിനിമയുടെ ചരിത്രം നോക്കിയാലും അഭിനയ മികവിൻ്റെ പ്രതീതി ഉളവാക്കുന്ന ലക്ഷ്മി എന്ന നടിയുടെ ചരിത്രം, ജീവചരിത്രം കൊത്തിവയ്ക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ആ നല്ല ഓർമ്മകൾ, അന്നത്തെ നേരിൽ കണ്ട അനുഭവങ്ങൾ ഇന്നും മറക്കാത്ത മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അവർക്ക് ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് അവരെക്കുറിച്ചിട്ടുള്ള വിശദമായ കുറിപ്പ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നടി എന്ന നിലയിൽ, ഒരു അഭിനേത്രി എന്ന നിലയിൽ അവരുടെ ജീവിതം ധന്യമായ ഒന്നാണെന്ന് കരുതിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.